ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ വയനാട് ഇപ്പോൾ ഒരു ദുരന്തമുഖത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ എന്ന ഒരു പ്രകൃതി ദുരന്തം വയനാടിൻ്റെ നിരവധി ഗ്രാമങ്ങളെ ഇല്ലാതാക്കി. നിരവധി കുടുംബങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയുമാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. കേരള ജനത മുഴുവനും ഇന്ത്യൻ രക്ഷാദൗത്യ സംഘങ്ങളുമെല്ലാം അവിടെയുള്ള ഓരോ ജീവനും രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കെല്ലാവർക്കും വയനാടിൻ്റെ ഒരു അതിജീവനത്തിനായി കൈകോർക്കാം. വയനാട്ടിലെ ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ന്യൂസ് ചാനലുകളും അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബൈലി പാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ പാലത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഈ വീഡിയോയിൽ നമുക്ക് ബൈലി പാലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ബൈലി ബ്രിഡ്ജ് ഉപയോഗിച്ചത്. ബ്രിട്ടീഷ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് ബൈലിയാണ് ആദ്യമായി ബൈലി ബ്രിഡ്ജ് എന്ന ആശയം കൊണ്ടുവന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ നിർമ്മിക്കുന്ന ഒരുതരം താൽക്കാലിക പാലമാണ് ബൈലി ബ്രിഡ്ജ്. ഇത് നിർമ്മിക്കുന്നതിന് ഉരുക്ക്, തടി എന്നിവ ഉപയോഗിച്ചു വരുന്നു. മുൻകൂട്ടി നിർമ്മിച്ച ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കുന്നതാണ് ഈ പാലം. പാലനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് അധികം ഭാരമില്ലാത്തതിനാൽ ഈ പാല നിർമ്മാണത്തിന് വലിയ മിഷനറികളുടെയോ വണ്ടികളുടെയോ ഒന്നും സഹായം ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ കഴിയുന്നതും ആവശ്യം കഴിഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നിഷ്പ്രയാസം കഴിയുന്നതുമാണ് ബൈലി പാലങ്ങൾ. യുദ്ധസ്ഥലങ്ങളിലും ഇതുപോലുള്ള ദുരന്ത സ്ഥലങ്ങളിലുമെല്ലാം കൂടുതലായി ബൈലി പാലങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഭാരം താങ്ങാനുള്ള ശേഷിക്കനുസരിച്ച് പാലങ്ങളെ ക്ലാസ് 40, ക്ലാസ് 70 ടൺ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. വയനാട്ടിൽ ബൈലി പാലം നിർമ്മിക്കാനുള്ള വസ്തുക്കൾ കൊണ്ടുവന്നത് വ്യോമസേന വിമാനം വഴി ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലോട്ടും കണ്ണൂരിൽ നിന്ന് ട്രക്കുകൾ വഴി വയനാട്ടിലേക്കും എത്തിക്കുകയാണ് ഉണ്ടായത്. വയനാട്ടിൽ 85 അടി നീളത്തിലാണ് ബൈലി പാലം നിർമ്മിക്കുന്നത്. പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൻ സിംഗ് നത്താവത്തിൻ്റെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ ബൈലി പാലം നിർമ്മാണം നടക്കുന്നത്. സിവിലിയൻസിനു വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ ബൈലി പാലം നിർമ്മിച്ചത് കേരളത്തിലെ പത്തനംതിട്ടയിലെ റാന്നിയിലായിരുന്നു. പമ്പയ്ക്ക് കുറുകെയുള്ള റാന്നി പാലം തകർന്നപ്പോൾ 790 ദിവസം ബൈലി പാലങ്ങളാണ് ഉപയോഗിച്ചത്. ഇന്ത്യൻ കരസേനയുടെ ഈ ബൈലി പാലം വയനാടിൻ്റെ അതിജീവനത്തിനും ഒരു നിർണായക ഘടകമാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.